ഗായ്സ്, വെളിയത്ത് വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുക. ഇങ്ങോട്ടൊക്കെ ഹലോ ഗൈസ്, ദേ ആർ വൈബിങ്. ക്ലാസ്സിൽ ചേർന്ന് ആരെയും കളിയൊക്കെ കണ്ടുകൊണ്ട് നല്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇടണ ഇതിന് ഉദ്ദേശിച്ച് മനസ്സിലാവും. Oh wow. Hi guys, welcome. ഡച്ച് പള്ളി 1878. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കല്ലൂസ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റൈഡിന് പോകാൻ പോവാ. ഇന്ന് മക്കൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലബ്ബുണ്ട്, ദ റോയൽസ് എന്നും പറഞ്ഞിട്ട്. അവരെ കൂടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷമാവുന്നു. നമ്മൾ 1-2 റൈഡേ പോയിട്ടുള്ളൂ. ഓണം സെലിബ്രേഷനൊക്കെ അവരെ കൂടെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അവരെ കൂടെ നമ്മൾ അടുത്ത റൈഡ് പോവുകയാണ്. അവർ തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്നാണ്. അവർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞ്. ഇപ്പോൾ സമയം എത്ര മണിയായി? 8:30 മണിയൊക്കെ ആവാറായി. അപ്പോൾ അവർ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇനി നമ്മൾ അവരെ കൂടെ ചെന്ന് ജോയിൻ ചെയ്യുക ചെയ്യുന്നത്. അവർ വെളിയം വഴി സാമ്പ്രാണിക്കുടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഞങ്ങളുടെ അടുത്താണ്. അപ്പോൾ അവരവിടെ നിന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ വെളിയത്ത് നിന്ന് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്താണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല അടിപൊളി വ്യൂ ഒക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മഴ ചതിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ജില്ലിനെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ജില്ലിനെ ഓൾറെഡി ഒരു വണ്ടിയിൽ, അതായത് വരുന്ന കൂടെ പില്ലിയൻസ് ഇല്ലാത്ത വണ്ടിയില്ലേ, അവരെ കൂടെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ജില്ലും ഉണ്ട്. ജില്ലിനെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് ലെറ്റ്സ് ഗോ. ഹായ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വെളിയത്ത് വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുക. ചൂടെടുത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യ. ജാക്കറ്റ് മൂരി കളയട്ടെ. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ബ്രേക്ക് എടുത്തിട്ട് അവർ ഫാസ്റ്റിന് ഫുഡ് കഴിക്കുകയാണ്. ചളി അടിച്ച് കഴിക്കും. ഇനി അടുത്ത ചെളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാം. ഹെഡ് കാണും. അപ്പം നമ്മളിവിടെ ഒരു ലാബിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇവിടെ മാത്രമേ തണലുള്ളൂ. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. വെയിൽ കൊണ്ടിരിക്കുക. നമ്മളൊരു തണലത്തോട്ട് കയറിയിരിക്കും. വണ്ടി തണലത്തോട്ട് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല ഗൈസ്, അതുകൊണ്ടാണ്. ജില്ലൂടിനും ഇവിടെ ഇരിപ്പുണ്ട്. ജില്ലൂടിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാതെയാണ്, അങ്ങനെയൊന്നും പോകുന്നതൊന്നും ഇഷ്ടമല്ലാതെയാണ്. പക്ഷേ ഇന്നിപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാബിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഷുഗർ, BP, കൊളസ്ട്രോൾ ചുമ്മാ അവർ വരുന്നൊരു ടൈമുണ്ടല്ലോ, അതിന് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഷുഗർ വയ്ക്കാം. എവിടെ പോവാ? ലാബിൽ പോവാ. ഇപ്പോഴാ വരാൻ ടൈമുണ്ടല്ലോ. ഇപ്പം ഷുഗർ നോക്കുമ്പോൾ 1000. ഷുഗർ നോക്കുമ്പോൾ 1000. അൺലിമിറ്റഡ് ഷുഗർ ആക്കണം കേട്ടോ അമ്മ. അമ്മയുടെ ഗിന്നസ് റെക്കോർഡ് എടുക്കണം. ലാബല്ലേ അത് പത്തോളജി സ്പെഷ്യലിസ്റ്റ് വട്ടിൻ്റെ കണ്ടാന്ന് തോന്നുന്നു. എങ്കിൽ ഞാൻ കയറുന്നില്ല. അമ്മ പോയിട്ട് പോയോ. ഓക്കെ ബൈ.
മമ്മ പോയി ഗൈസ്, മമ്മ പോയിട്ട് വരട്ടെ. മോയ് 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 ഇയാള് കയറിയില്ലല്ലേ? മമ്മ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കാനല്ലോ, ഷുഗർ എന്നാലും ബ്ലഡ് എടുക്കുന്നതല്ലേ, തലയിറങ്ങിയൊക്കെ വീഴുമെങ്കിലോ? ഒരു സ്നേഹമില്ലതില്ല അമ്മയ്ക്ക്. മമ്മ എന്താ ഷൂട്ട് തരുമെങ്കിൽ ഞാൻ വരാം. എത്ര ഷുഗർ? ഷുഗർ റിസൾട്ട് ആയില്ലടാ. നീ എപ്പോഴാ? കൈ കുത്തി നോക്കട്ടെ. ജാക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട്? നല്ലൊരു അനുഭവമായിരുന്നു. ഇനി റിസൾട്ട് കൂടെ കിട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു അനുഭവമാവും. ഇന്ന് രാവിലെ എന്തോ കഴിച്ച? ക്രീം ബന്ന. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ക്രീം ബന്ന്. അല്ല, ഞാൻ പറഞ്ഞേ ഫാസ്റ്റിംഗ് എന്നാ പറഞ്ഞത്. അവർ ചോദിച്ച് ഫുഡ് കഴിച്ചു, ഞാൻ പറഞ്ഞില്ലെന്ന്. ക്രീം ബന്നിന്റെ കാര്യം വിട്ടുപോയി. അപ്പൊ ഷുഗർ നോക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. ക്രീം ബന്ന് കഴിച്ചുകൊണ്ടാണ് ഇത്രയും കൂടുതലെന്ന്. അയ്യോ, വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. അവര് വരുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് തളർന്നു ഗൈസ്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം അവർ വരുന്നു. അയ്യാ മമ്മ. എനിക്ക് പറ്റിയൊരു കണ്ണാടി ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് പറ്റിയൊരു കണ്ണാടി ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇവിടെ വന്ന് തേഞ്ഞു പോയി. ഇവിടെ ബോട്ട് സ്ട്രൈക്ക് ആയിരുന്നു, നമ്മൾ അറിയില്ല. എന്തൊക്കെ അങ്ങനെ സൈഡ് അങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് എന്നെ നോക്കിയേ. സൈഡ് ഇപ്പറത്തോട്ട്. ഹരിയുടെ തല ഹരിബേ മാറി നിൽക്കേ. ആ രണ്ടുപേരും കൂടെ നിൽക്കേ. നല്ല ഫോട്ടോ ആണോളെ. ഇങ്ങോട്ട് നോക്കിയേ. കൊള്ളാം, ചിരിച്ചേ. ആ കൈ മാറ്റി. ഓക്കെ, വലിയ കാണിക്കണ്ട. ഓക്കെ, ചിരിച്ചേ. യോ, ഓക്കെ ഡൺ. ഗൈസ്, അവിടെ മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ. ഓ വാവ്, സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ സ്ഥലത്തെത്തി. ബട്ട്
ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഹലോ ഗൈസ്, ദേ ആർ വൈബിങ്. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ ബാലു ഇങ്ങനെ ഇങ്ങനെ. കല്യാണി ഇല്ല, ഈ ക്ലാസ്സിൽ ചേർന്ന് ആരെയും കളിയാക്കും കണ്ണുകൊണ്ട് സാധാരണ ക്ലാസ്സിൽ വെള്ളം ഉണ്ടാക്കി ഫോട്ടോ എടുക്കാം. ചേച്ചിക്ക് ബിസ്ക്കറ്റ് തരുമോ? ഇല്ലേ, ക്രീമുള്ള ബിസ്ക്കറ്റ് ഇതാ. പീലൂട്ടാ, ക്രീമുള്ള ബിസ്ക്കറ്റ് ഇതാ. പാവം പീലി കഴിക്കുന്നു. ഹലോ പീലി, ഹായ് പറ. ഹായ് പറ പീലി. ക്രീം കഷ്ടപ്പെട്ട് കഴിക്കുമ്പോഴാണ് പീലി ഹായ് പറ. ഹായ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറ. ഉറക്കെ പറ. ഹലോ ഗൈസ്. ഹായ് ഹലോ പറ. ഹലോ ഗൈസ് പറ. ഉറക്കെ പറ. ഹലോ ഗൈസ് പറ. ഉറക്കെ പറ. ഹലോ ഗൈസ്. കൈ ഇതാണ്. ഹലോ പറ. ഹലോ പറ. ഹലോ 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 പറ. ഹായ് പറ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോവാം. മൺട്രോത്തുരുത്തി പോവാ. പ്രൊനൗൺസ് ചെയ്യാൻ തിലക്ക് അറിയത്തില്ല ഗൈസ്, അതുകൊണ്ട് അങ്ങനെയല്ല, എങ്ങോട്ടാന്ന് ചോദിച്ചതിന്റെ കാര്യം ആണല്ലേ? ആ ഉണ്ട് ഉണ്ട് ഗൈസ്. പോയി കുറച്ച് ആശ്വാസമായി, സന്തോഷത്. പിന്നെ എന്റെ അടുത്ത് ലിപ്സ്റ്റിക് ചോദിച്ചു, ഞാൻ കൊടുത്തു. അപ്പോ ഓക്കെ ബൈ ഗൈസ്. ഇനി നമുക്ക് മൺട്രോത്തുരുത്തി കാണാം. പഠിപ്പ് വിവരമുള്ള ഞാൻ പറഞ്ഞോ. മൺട്രോത്തുരുത്തി ഗൈസ്, മൺട്രോത്തുരുത്തി. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ മൺട്രോത്തുരുത്തി കാണാം. MUNROE മൺട്രോ. ഓക്കെ ബൈ. ഇനി കൂടുതൽ പറഞ്ഞ് ചളിയാക്കുന്നില്ല, ഓൾറെഡി ചളിയായിരിക്കും. ഹലോ ബിലി. ബിലി കണ്ണാടി വെച്ച് കാണിച്ചു മാസ് ബീജിയം ഒക്കെ ഇടണേ ഇതിന്. ബീജിയം ഇടണ കേട്ടോളൂ.
ഫുഡ് കഴിക്കാനേ 156 ആയി 156. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ അമ്മ? അയ്യോ കഴുത്തും പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്, ഫുഡ് കഴിക്കാൻ വന്നു. മോയ് ജില്ല ഹലോ. ഹലോ, പേരെന്തുവാ? എൻ്റെ പേര് നവീൻ. നവീൻ. എത്രയിലാ? 7. എത്ര ആളുണ്ട് റൈഡ് പോകുന്നുണ്ട്? പിന്നെ അല്ല, ഇതിപ്പോ 70ാമത്തെ 17th. ഗോവ ട്രിപ്പ് വരുമോ? ഗോവ ട്രിപ്പ് വരുന്നുണ്ടോ ഡിസംബർ? എന്ത് അശ്വടാ. എത്രയാ? 7th. ഓക്കെ. ഞാൻ മറന്നുപോയി. മെജീഷ്യൻ ആണല്ലേ? ഞാൻ ഓണത്തിന് കണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ദിവസം മാജിക് ഒക്കെ പഠിപ്പിച്ച് തരണേ. ഓക്കെ ബൈ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മൺട്രോത്തുരുത്തിലോട്ട് വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഭയങ്കര മഴ, നല്ല മഴയുണ്ട്. തില്ലമ്മ റെയിൻകോട്ടൊക്കെ ഇട്ട് എല്ലാവരും റെയിൻകോട്ട്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് റെയിൻകോട്ട് ഇട്ടപ്പോൾ മഴ പോയി ഗൈസ്. മഴ ചതിച്ചു. അയ്യോ, ഇനി മഴ പോയി വള്ളത്തിൽ കയറാൻ പോവാം. നമ്മൾ വള്ളത്തിൽ കയറാൻ പോവാം. മഴ പോയി, ഇനി റെയിൻകോട്ട് വെള്ളം നടക്കത്തില്ലേ? അതെന്താ? ശക്തമായ മഴ കാരണം കാറ്റും ഇടിയും ശക്തമായി ഉള്ളതുകൊണ്ട് വള്ളം നടക്കാൻ നമുക്ക് സാധ്യതയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വെള്ളം നടക്കത്തില്ല, ഒരിക്കലും വെള്ളം നടക്കത്തില്ല. കാരണം വെള്ളം ഒഴുകുകയാണ് ചെയ്യുന്നത്. ജില്ലയുടെ റെയിൻകോട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് ലുക്കായിട്ട് ഇരിപ്പുണ്ട്. മമ്മ ഒന്നും ഇട്ടിട്ടില്ല. ഹായ്, മഴ പൊടിഞ്ഞു തുടങ്ങി. ബട്ട് നമുക്ക് ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ നമുക്കിനി ബോട്ടിൽ കയറാൻ, വള്ളത്തിൽ കയറാൻ പറ്റുമെങ്കിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ ബൈ. ഭയങ്കര ഇരുട്ടു അമ്മ. സോറി ഗൈസ്, ഞാൻ കണ്ണാടി വെച്ചേക്കുമായിരുന്നു. അയ്യോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പം എങ്ങോട്ടോ പോവാണ്. എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കരുത്, നല്ല മഴ. സോ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് വെറും ക്രഞ്ചിലേക്ക് പോവാണ്. ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. മമ്മ റെയിൻകോട്ട് എടുത്തിട്ട് ഹരിബയ്യ റെയിൻകോട്ട് ഊഴി. കൊള്ളാം. ഹലോ ഹരിബയ്യ. ഹലോ അമ്മ. മഴയൊന്നും ഹലോ ഗൈസ്, നമ്മൾ അയ്യോ അവിടെ ആരോ ഉണ്ട്. ഗൈസ്, നമ്മൾ അയ്യോ അവിടെ ആരോ ഉണ്ട്. നമ്മൾ വള്ളത്തിൽ പോവുകയാണ്. ജില്ലോട്ടാ ചാടാ. മോൻ ചേച്ചി, ഹരിബയ്യേ
ഹായ് ഗൈസ്, നമ്മളപ്പോൾ ടണലിൽ കൂടെ പോകാൻ പോവുകയാണ്. ഞാൻ ട്രെയിനിൽ ടണലിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്, ബട്ട് ഫസ്റ്റ് ടൈമാണ്. ഹായ്, നൈസ് ക്ലൗഡ്സ്. ഓ വാവ്. അയ്യോ ജില്ല ഹരിബൈ ഹരിബൈ ഇതിനെ കിടക്കുന്നേ. അയ്യോ ജില്ല് ജില്ല് തല ജില്ല ജില്ലിന്റെ തല. അയ്യോ ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ടണലിൽ കൂടെ മമ്മ ഹരിബേ വീട്. വേറെ ഒന്നുമില്ല. എത്ര ആഴുണ്ട് കേട്ടോ? ഇവിടെ 4 അടി. 4 അടി മീൻസ് നമ്മുടെ ചെസ്റ്റിന്റെ അത്ര എങ്കിൽ നമുക്ക് ഇറങ്ങാം. ഐ ലവ് ദിസ് ക്ലൗഡ്സ്. ഓ നൈസ്. ഉമ്മ നോക്ക്. ഇവിടെ ഏറ്റവും ആഴം കൂടിയ സൈറ്റ് ഏതാ? എന്താ വിളിക്കുന്നു? ടണൽ എത്തിയിരിക്കുന്നു. ഓ ഗൈസ്, നമ്മുടെ ടണൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ എണീക്കും എന്നെനിക്കറിയത്തില്ല. ഹൗ മെനി വള്ളംസ്? 1 2 3 4 5 6 7 8 9. ഇത് 10, അത് 11 12 13 14 വെള്ളംസ് ഉണ്ട് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഒരു മറ്റേ സ്ട്രീറ്റ് വീഡിയോഗ്രാഫറെ കണ്ടിരിക്കുന്നു. ഹലോ ഹലോ. കപ്പിത്താനാരാ ഫ്രണ്ട് ഇരിക്കുന്നേ? പേടിച്ചിരിക്കും തോന്നുന്നു. ഗൈസ്, നമ്മളങ്ങനെ എന്തുവാ ഒന്നും പറഞ്ഞില്ല. ഇരുന്നോ? സൗണ്ടിന്റെ വീഡിയോ ഇരുന്നോണ്ടിടുന്നില്ല. ഓക്കെ. കണ്ടൽ കായോ? എന്താ? തണുപ്പിന്റെ ഇത് ഹലോ ഹലോ. ആവി എടുക്കുന്നുണ്ടോന്ന്?
അറിയാത്ത പോലെ ഇരിക്കാം. കണ്ണാടി കണ്ടില്ല നിൽക്കുമ്മ തലേന്ന് ഈ സാധനം മാത്രം ഒന്ന് മാറ്റി കൊണ്ടുവിടാൻ പറ്റില്ല. തലേന്ന് മാത്രം ഇവിടെ നിന്ന് വരും. ഇച്ചിരി കൂടെ മുന്നോട്ട് ചെന്നിട്ടേ പോരാ കേട്ടോ. ഇപ്പോൾ ഇവർ ഇട്ട് മുന്നോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി. തില്ലമ്മ ഹായ് ഗൈസ് വെള്ളം. ഹായ് ഗൈസ് വെള്ളം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇറങ്ങാൻ പോവാ. ഹലോ ഗൈസ്, അങ്ങനെ വള്ളത്തിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ചിക്കോബാർ കഴിക്കാൻ ജില്ലൂട്ടാൻ കോണം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്നിപ്പോൾ തിരിക്കും. എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാ മാസമായിട്ടുണ്ട്. അടുത്ത റൈഡിന് പോകണം അല്ലേ? അടുത്ത റൈഡ് ഗോവയിലാണ്. അല്ലല്ല, അടുത്ത റൈഡ് എവിടെയാ? അതറിയാം. 1 ഡേ ട്രിപ്പ്. സസ്പെൻസ് ആണ്. ഡിസംബറിൽ ഗോവയുണ്ട്. അതിന് നമ്മൾ പോകില്ല. അതെ നമ്മളവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്. ഓക്കെ സർവീസ് കഴിഞ്ഞ സർവീസ് എത്രയായി? ആംബിയൻസ് നമ്മളെ മീറ്റിംഗ് ഇങ്ങോട്ടാക്കിയാലോ? ഇവിടെ എല്ലാവരും നേരെ സെറ്റ് ആയിരിക്കും കേട്ടാ അല്ലേ? ഇവിടെ നേരെ നിരുന്ന സെറ്റ് ആയിരിക്കും. ലൈറ്റ് പോകുമ്പോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ സൺസെറ്റ് കാണാൻ വന്നേക്കുവാന്ന്. ഇതേതാ? ഡച്ച് പള്ളി 1878 ഇവിടെ 1878 ആരുണ്ടാക്കിയ പള്ളി? ഡച്ചുകാർ. അവരുണ്ടാക്കിയ പഴയ പള്ളിയാണ് ഗൈസ്. നല്ല അടിപൊളി സൺസെറ്റാണ്.